ബാപ്പായുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ ഉമ്മയെ ഞാൻ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകും. 2-3 മാസത്തെ ചികിത്സ മതി. ഉമ്മ എണീറ്റ് നടക്കും. ഞാൻ ആശുപത്രിയിലൊന്ന് പോട്ടെ. ബാപ്പാനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. ബുധനാഴ്ച തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം. ഉമ്മ പ്രാർത്ഥിക്കണില്ലേ ബാപ്പാക്ക് വേണ്ടി? എൻ്റെ കുട്ടി എന്നാണ് ഈ ദുരിതത്തിൽ നിന്നൊന്ന് കരകയറി കാണുക? സാർ, ഞങ്ങളിനി എന്താ ചെയ്യാം? കെട്ടിത്തൂങ്ങി ചാവ്. സ്ഥാപനത്തിന് നഷ്ടത്തിലുള്ള കണക്കല്ല എനിക്ക് കേൾക്കേണ്ടത്. അത് ലാഭത്തിലാക്കാനാ നിങ്ങൾ 2-3 കോന്തന്മാരവിടെ പണ്ടാരമടക്കിയത്. എന്നിട്ട് വന്നിരിക്കുന്നു നഷ്ടത്തിന്റെ കണക്കും കൊണ്ട്. പറയടാ, എന്താ ബിസിനസ് നഷ്ടത്തിലാവാൻ കാരണം? ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് സർ. ഇപ്പോൾ ബിസിനസ് വളരെ ഡള്ളാണ്. ആ കാര്യം പറഞ്ഞ് തടിയുരാൻ നോക്കണ്ട. ബിസിനസ് കൂട്ടാനുള്ള വഴികൾ അതേത് വളഞ്ഞ വഴിയായാലും ശരി ചെയ്തോളണം. അടുത്ത പ്രാവശ്യം നഷ്ടത്തിന്റെ കണക്കുമായി ഇവിടെ വന്നാൽ 3ന്റെയും ശവമായിരിക്കും ഇവിടെ വീഴുന്നത്. അടുത്ത മാസം ശരിയായിക്കൊള്ളുമെന്ന പതിവ് പല്ലവിയുമായി വീണ്ടും ഇവിടെ വരരുത്. മനസ്സിലായല്ലോ? ഹലോ. ആ, എന്താ കറിയാച്ചാ? നമ്മുടെ കണക്കിൽ ഒരു 4-5 മാസത്തെ കുടിശ്ശിക കാണുമല്ലോ മുതലാളി. 1 മാസം കുടിശ്ശിക വന്നാൽ അതിൻ്റെ പലിശ അടുത്ത മാസം കണക്കിൽ വരും. അതാ നാട്ടു നടപ്പ്. പിന്നെ കള്ളക്കണക്കാണെന്നൊന്നും പറഞ്ഞേക്കരുത്. എന്ന് വെച്ചാൽ 5 മാസത്തെ പലിശ ഇനത്തിൽ 2,1468 രൂപ 30 പൈസ വരും. അതിൽ 30 പൈസ ഞാൻ വിട്ടു. ബാക്കിയുള്ള കുടിശ്ശിക ഉടനെ തീർക്കണേ മുതലാളി. അരിപ്രശ്നമാണേ. മാത്രമല്ല മുതലാളിക്കറിയാലോ ആ ദണ്ഡപാണ്ടിയെ. അവനെപ്പോലത്തെ 5-6 തടിമാടന്മാരെ തീറ്റിപ്പോറ്റാൻ എന്നാ ചെലവാ. അപ്പോ ഞാനങ്ങോട്ട് വരണോ അതോ മുതലാളി ഇങ്ങോട്ട്? കറിയാച്ച, ഒരു 2 മാസത്തെ അവധി കൂടി തരണം. മുഴുവൻ സംഖ്യ അടച്ചു തരാം. പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ടാ. ഓ ഓ ഓ വന്നത് തന്നെ. നിങ്ങൾക്ക് എന്താ കൃത്യമായ പലിശ അടച്ചു തീർത്താ? എന്തോ പറഞ്ഞത്? കൃത്യമായി പലിശ അടക്കാൻ നിന്റെ തന്ത എത്ര ചാക്ക് പണം കൊണ്ടുവന്നിട്ടുണ്ടടി? മര്യാദക്ക് എന്റെ മുമ്പ് ഇത് പോയിക്കോ. നീ ഒറ്റ ഒരുത്തിയാ ഇതിനൊക്കെ കാരണം. ഞാൻ എന്ത് കുന്തം ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഇനി ഞാൻ ആദ്യം മുതൽ പറയണോ? നിന്റെ കുടുംബ മഹിമക്കനുസരിച്ച് എന്നെ ഉയർത്തിക്കൊണ്ടുവരികയല്ലായിരുന്നു നിന്റെ ഒരേ ലക്ഷ്യം. നിന്റെ ആങ്ങളൊക്കെ ആനയുണ്ട്, നിന്റെ അമ്മാവന് ചേനയുണ്ട്, നിന്റെ മറ്റവന് ഞാനൊന്നും പറയുന്നില്ല. എന്നിട്ട് എന്തായടി? മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ട് മാസങ്ങളായി. ഒരു ഭാഗത്ത് നിന്ന് ജപ്തി തുടങ്ങി, അറിയോ? അതൊന്നും എന്റെ കുറ്റമല്ല, നിങ്ങളുടെ കഴിവുകേടാ. ഇതൊക്കെ എന്റെ ആങ്ങളമായി അറിഞ്ഞാൽ. ചേലക്കാതെ പോയിക്കോ. നിന്റെ ആങ്ങളമാരുടെ മാത്രം വിളമ്പിയത് മതി. എന്നെ കൊല്ലാൻ വന്നിട്ടൊന്നും കാര്യമില്ല.